ഹായ് നമസ്കാരം. ഞാൻ ചാത്തന്നുകാരൻ ചങ്ങാതി സുധി കോതേരി. ഇപ്പം ഞാൻ നിൽക്കുന്നത് പമ്പയിലാണ്. എല്ലാ മാസവും 5-ാം തീയതി 1-ാം തീയതി കഴിഞ്ഞുള്ള 5-ാം തീയതി ഞാൻ എല്ലാ മാസവും ശബരിമലയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം എത്തി. ഞാനും തിരുമേനിയാണ് നടന്നു പോകുന്നത്. തിരുമേനി ഞാനും ഒരുമിച്ചാണ് എല്ലാ മാസവും വരുന്നത്. ഇപ്രാവശ്യം കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ പമ്പ കലതുള്ളി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളക്ടർ ഓർഡർ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അനൗൺസ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ഒഴുക്ക് കിടക്കണം, അതുകൊണ്ട് ആർക്കും ഇറങ്ങി കുളിക്കാൻ പറ്റില്ല. പ്രത്യേകം ടാങ്കും കാര്യങ്ങളും അതിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം കുടഞ്ഞ് നമുക്ക് കയറി പോകാം, അല്ലെങ്കിൽ കുളിച്ച് കയറി പോകാം. അങ്ങനെ എന്തായാലും നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. പമ്പയിലെത്തുമ്പോൾ അത്യാവശ്യം എന്തായാലും ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സൈഡ് ടോയ്ലറ്റും കാര്യങ്ങളും എന്ത് ആവശ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ വെള്ളം, ചൂടുവെള്ളമൊക്കെ എപ്പോഴും കുടിക്കാനുണ്ട്. ആദ്യം നമ്മൾ ഇവിടുന്ന് തൊട്ട് ഒഴിഞ്ഞ് നമുക്ക് എന്തായാലും മേലോട്ട് കയറി പോകാം. ഇനി പടികൾ കയറി മുകളിൽ ചെല്ലണം. തിരുമേനി ഏറ്റവും മുന്നേ പോയിട്ട് ഞാൻ ഇച്ചിരി ബാക്കിലാണ്. ഞാൻ നടന്നു ഇച്ചിരി ബാക്കായിരിക്കും. തിരുമേനിക്ക് പെട്ടെന്ന് കയറി പോകണം. ഈ വലത് സൈഡൊക്കെ കാണുന്ന റോഡാണ് നമ്മൾ സാധാരണ എന്താ പറയുക സീസൺ സമയത്ത് തൊഴുതിട്ട് ഇറങ്ങുന്ന വഴി അതാണ്. നമ്മൾ കയറി പോകുന്നത് ഈ ഇടത് സൈഡ്. നമ്മളെന്തായാലും ഇടത് സൈഡ് കയറിപ്പോയാണ്. തൊട്ട് മുകളിലാണ് നമ്മളെ ഗണപതി കോവിൽ, തൊട്ട് മുകളിലാണ്. എല്ലാ ഭക്തന്മാരും അവിടെ ഒന്ന് തേങ്ങയൊക്കെ ഉടച്ച് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ച് അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവിടുത്തെ അമ്പലത്തിൽ പോയി തൊഴുതു, ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതു. നമ്മൾ മുന്നോട്ട് വന്ന് തിരുമേനി തൊട്ട് തൊഴുതു. അതുപോലെ ഞാനും അതിനിടയിൽ കൂടെ തൊട്ട് തൊഴുവാൻ കർപ്പൂരം പൊഴിഞ്ഞ് തൊട്ട് തൊഴുതു. അതുപോലെ ഇടത് സൈഡിൽ പോയ നീലിമല വഴി പോകാം. വലത് സൈഡിൽ കിടന്ന സ്വാമി അയ്യപ്പൻ റോഡാണ്. നമുക്കെന്തായാലും സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോകാം. കഴിഞ്ഞ 2 മാസം മുന്നേ നമ്മൾ നീലിമല വഴി പോയിട്ടായിരുന്നു. കാരണം നമ്മൾ സ്ഥിരം പോകുന്ന സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. ഈ 1-ാം തീയതി സീസണിലത്തെ സമയമായാലും നമുക്ക് ഇതുവഴി പോകാം. സീസൺ ഉള്ളപ്പോൾ എന്തായാലും നമുക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഇപ്രാവശ്യം ഞാൻ വീഡിയോസ് എടുക്കാൻ കാരണം എല്ലാവരും ചോദിക്കാറുണ്ട്, അയ്യപ്പൻ ശബരിമലയിൽ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും ചില മാസം വരണമെന്നില്ല, എല്ലാവരും സീസണിൽ വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് തന്നെ. ഇതുവഴിയാണ് ട്രാക്ടറുകൾ ശബരിമലയിലേക്ക് പോകുന്നത്, ഇതുവഴി തന്നെയാണ്. അപ്പോൾ എന്തായാലും 5-ാമത്തെ ഹെയർ പിൻ, ഏതാണ്ട് 17 ഹെയർ പിന്നാകുമ്പോൾ നമ്മൾ കയറ്റങ്ങളും കാര്യങ്ങളെല്ലാം കഴിയും. പിന്നെ ഒറ്റ നിരപ്പാണ്. ഇപ്പോൾ എന്താ പറയുക, ഈ നമ്മൾ കഴിഞ്ഞ മാസം വരുന്ന സമയത്ത് എനിക്കൊന്ന് ചാറ്റമഴ ഉണ്ടായിരുന്നു. അതിന് അങ്ങേ മാസം ചാറ്റമഴയുണ്ട്. ഇപ്രാവശ്യം മഴ ഇല്ലെന്നല്ല, ചെറിയ ചെറിയ രീതിയിൽ മഴയുണ്ട്. ആ മഴ പെയ്യുന്ന സമയത്ത് ശബരിമല കയറാൻ നല്ല രസമാണ്. നമ്മളെല്ലാവരും ശരണം വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. എന്തായാലും 17 ഹെയർ പിൻ കഴിഞ്ഞ് ഏറ്റവും മേലെ എത്തി. ഇതിനിടയ്ക്ക് ഒരു ഡോളി പോയി. എന്തായാലും അണ്ടർ പാസേജ് വഴി നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് ഒന്ന് മുട്ടാം. കാരണം നീലിമല വഴി കയറി വരുന്ന റോഡുണ്ട്. ആ വഴി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും ശകലം മുന്നോട്ട് നടന്നിട്ട് ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളതാണ്ട് ഈ ബാക്ക് റോഡ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ വലത് സൈഡിൽ കാണുന്നതാണ് നീലിമലയിൽ നിന്ന് വരുന്ന റോഡ്. അടിയിൽ കൂടെ വരുന്ന സ്വാമി അയ്യപ്പൻ പാത വഴി വന്ന റോഡ്. ഈ 2 റോഡ് ഇവിടെ ഒന്ന് മുട്ടുകയാണ്. ഇനി ഒറ്റ നിരപ്പാണ്. തിരുമേനി എന്നെക്കാത്തോടെ വെയിറ്റ് ചെയ്യുക. പാർട്ട് 1 ആണ്. 2 പുറകെ വരുന്നുണ്ടേ. ഇനി നിരപ്പാണ്.